ഡെയിലി ഡോസ് സ്പൈസസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മാംഗോ സേമിയ പായസമാണ്. അതായത് നല്ല പഴുത്ത മാങ്ങ വെച്ചുള്ള ഒരു സേമിയ പായസം. ഇതിലേക്ക് ആവശ്യമായ ചേരുവകളൊന്ന് നോക്കാം. ഇതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇൻസ്റ്റന്റ് സേമിയ പായസം, ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഇൻസ്റ്റന്റ് സേമിയ പായസം കിറ്റ് എടുക്കാം. ഇനി വേണ്ടത് 1.5 ലിറ്റർ പാലാണ്. കൂടെ തന്നെ 1/2 കപ്പ് ചവ്വരി എടുക്കുന്നുണ്ട്. 5 ഇടത്തരം ഒരു മീഡിയം സൈസ് പഴുത്ത മാങ്ങയാണ് ഇവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാദ്യം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ മാങ്ങ നല്ലതുപോലെ പേസ്റ്റാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ആദ്യം നമുക്ക് ചവ്വരി ഒന്ന് വേവിക്കാൻ വെക്കണം. ഞാനൊരു ചെറിയ പാനാണ് എടുത്തിരിക്കുന്നത്. ചായ ഉണ്ടാക്കുന്നൊരു പാനാണ്. അതിൽ പാതിയോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഈ 1/2 കപ്പ് ചവ്വരി ഇട്ട് വേവിക്കാൻ പോകുന്നത്. ചവ്വരി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പായസം തയ്യാറാക്കി തുടങ്ങാം. പായസം തയ്യാറാക്കാനുള്ളൊരു ഇച്ചിരി വലിപ്പത്തിലുള്ള ഒരു പാൻ എടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പും കിസ്മിസും ആണ് ഒന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഈ സെയിം പാനിലേക്കാണ് ഞാൻ ഈ പാല് ചേർക്കാൻ പോകുന്നത്. 1.5 ലിറ്റർ അളവിലാണ് പാൽ ഇവിടെ ചേർക്കുന്നത്. പാൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് പായസം മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പായസം മിക്സ് ചേർത്ത് കൊടുക്കാം. പായസ മിക്സൊക്കെ ഒന്ന് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 20 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 20 മിനിറ്റാണ് ഇതിൻ്റെ കിറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചവ്വരി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ ഇവിടെ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചവ്വരി ആഡ് ചെയ്ത് കൊടുക്കാം. ചവ്വരിയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ പായസം നമ്മൾ 20 മിനിറ്റ് വെക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കൊന്ന് ഇളക്കാൻ മറക്കരുത്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ മിക്സൊക്കെ ഒന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് നല്ലതുപോലെ തണുക്കാൻ വെക്കാം. നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മാങ്ങ ചേർക്കണമെങ്കിൽ ഇത് നല്ലതുപോലെ തണുത്ത് വരണം. അപ്പോൾ ഇതാ നമ്മുടെ പായസം തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കേക്കിനൊക്കെ മിക്സ് ചെയ്യുന്ന കണക്ക് മിക്സ് ചെയ്തെടുക്കും. കാരണം ഇത് ആ സേമിയൊക്കെ ഒന്ന് ഉടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മാംഗോ സേമിയ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പായസമാണ് മാംഗോ സേമിയ പായസം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മാങ്ങ വെച്ച് ചെയ്യുന്നതായതുകൊണ്ട് അന്ന് തന്നെ അങ്ങ് കഴിച്ച് തീർക്കുക കേട്ടോ. അടുത്ത ദിവസത്തേക്ക് വെച്ചാൽ അത് എങ്ങനെയാവും എന്നറിയില്ല. നമ്മൾ അന്ന് തന്നെ കഴിച്ച് തീർത്തു. കുറച്ചും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.